NCP സംസ്ഥാന പ്രസിഡന്റ് ഉഴവൂർ വിജയൻ മാധ്യമങ്ങളെ കാണുന്നു. തത്സമയം നടക്കുകയാണ്. ആ യോഗത്തിൽ പൊതുവായ കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ വരും. അതിനുശേഷം NCP എന്നുള്ള നിലയിൽ ഞങ്ങൾ ദേശീയ നേതൃത്വവുമായി ആലോചിക്കും. ഇപ്പോഴത്തെ ഈ തീരുമാനത്തിന് അംഗീകാരം നൽകിയത് ദേശീയ നേതൃത്വമാണ്, ശരത് പവാറാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇനി എടുക്കുന്ന നിലപാടിനും ദേശീയ നേതൃത്വത്തിൻ്റെ അംഗീകാരം ആവശ്യമായിട്ടുണ്ട്. കൂടാതെ സംസ്ഥാന നേതൃയോഗമാണ് കഴിഞ്ഞ ദിവസം കൂടി ഒരു തീരുമാനത്തിൽ എത്തിച്ചേർന്നത്. അതിൻ്റെ വെളിച്ചത്തിലാണ് ഞാൻ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ടത്. അപ്പോൾ അദ്ദേഹം ഇന്ന് എന്നോട് സംസാരിക്കാം എന്ന് പറഞ്ഞിരുന്നു. അതനുസരിച്ചാണ് ഇവിടെ വന്നത്. ഒത്തിരി കാര്യങ്ങൾ അതുമായി ചർച്ച ചെയ്യേണ്ടതില്ല. എന്താ വെച്ചാൽ 11 മണി കഴിയുമ്പോൾ നമ്മൾ തമ്മിൽ വീണ്ടും കാണുന്നുണ്ടല്ലോ. അപ്പോൾ ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. പാർട്ടി സെക്രട്ടേറിയറ്റ് കൂടി ഉള്ളതുകൊണ്ടാണ് അദ്ദേഹം പിന്നെ ധൃതി വെച്ച് ഈ തോമസ് ചാണ്ടിയെ മന്ത്രിയെ തീരുമാനിച്ചുകൊണ്ട് അന്നെടുത്ത തീരുമാനത്തിന് കേന്ദ്ര നേതൃത്വം അംഗീകാരം നൽകിയിരുന്നു. അപ്പോൾ ആ കത്ത് ഇപ്പോൾ കൈമാറിയിട്ടുണ്ടോ? അല്ല, കത്ത് കൈമാറിയിട്ടുണ്ട്. അല്ല, പുനർചിന്ത എന്ന് എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല. അല്ല അത് പുനർചിന്ത എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു വ്യക്തിപരമായി ഇപ്പോൾ പറയാൻ പറ്റില്ല. അത് ഇപ്പോൾ LDF യോഗമുണ്ട്. അതുപോലെ തന്നെ ദേശീയ നേതൃത്വമായിട്ട് സംസാരിക്കണം. പാർട്ടിയുടെ ഞങ്ങളുടെ ഉന്നതതല യോഗം ഇന്ന് തന്നെ വേണം, ഇന്ന് തന്നെ ചേരും, അല്ലെങ്കിൽ നാളെ ചേരും. ശശീന്ദ്രനെ രാജിവെപ്പിച്ചാൽ ഒരു റീതിങ്കിങ് ആവശ്യമുണ്ടോ ഇനി? അല്ല, അത് വ്യക്തിപരമായി എനിക്ക് പറയാൻ പറ്റുന്ന കാര്യമല്ല. അത് എല്ലാം പാർട്ടി തീരുമാനിക്കേണ്ട കാര്യമാണ്. ഏതായാലും ഇപ്പോൾ ഞങ്ങളുടെ പാർട്ടിയിൽ ഇത് സംബന്ധിച്ചുള്ള കൺഫ്യൂഷൻ ഒന്നുമില്ല. തോമസ് ചാണ്ടി തന്നെ ആ കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ളത്. മുന്നണിയിലാണോ? എങ്ങും കൺഫ്യൂഷനില്ല. ഇപ്പോൾ ഈ ഒരു ഖേദപ്രകടനം വന്ന പശ്ചാത്തലത്തിൽ ധാർമ്മികമായി AK ശശീന്ദ്രൻ രാജിവെച്ചത് ധാർമ്മികമായി വിജയിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതിന് കേരള ജനസമൂഹവും അതുപോലെ തന്നെ വാർത്താ മാധ്യമങ്ങളും വലിയ പിന്തുണയാണ് നൽകിയിട്ടുള്ളത്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇതേപോലെയുള്ള ഒരു പിന്തുണ ആർക്കും കിട്ടിയിട്ടുണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അല്ല, അയോഗ്യതയില്ലെന്ന് ഞങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ. ഇതൊരു ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന്. അല്ല, അദ്ദേഹം അഗ്നിശുദ്ധി വരുത്തി തിരിച്ചു വന്നു എന്ന് കണ്ടാൽ വരാൻ തയ്യാറാണ്. അതിൽ യാതൊരു കുഴപ്പവും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇല്ല എന്ന് ഞാനും പറഞ്ഞിട്ടുണ്ട്. തോമസ് ചാണ്ടിയാണ് അതിൽ ഏറ്റവും ആദ്യം തന്നെ പറഞ്ഞിട്ടുള്ളത്. ഇന്ന് ശശീന്ദ്രൻ്റെയും ചില വാർത്തകൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഏതായാലും എനിക്ക് മന്ത്രിയായേ പറ്റുള്ളൂ എന്ന് പറയുന്നില്ല. പക്ഷേ അത് പാർട്ടിയാണ് ആ കാര്യം. അന്വേഷണമൊക്കെ ഇപ്പോഴത്തെ നിലയിൽ വളരെ പെട്ടെന്ന് തന്നെ പൂർത്തിയാകും. അതുമാത്രമല്ല, ഗവൺമെൻറ് തലത്തിൽ ഇപ്പോൾ ഒരു അന്വേഷണം ഉള്ളതുകൊണ്ട് മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് ആ ഒരു റിപ്പോർട്ട് കൂടി ആവശ്യമുണ്ടല്ലോ. അല്ലേ, നിങ്ങൾ തന്നെ പറയൂല്ലോ. അതെ അതെ അതെ, തീകൊണ്ടാണല്ലോ ഇത്രയും നാളും കളിച്ചത്. പക്ഷേ നാട്ടുകാരെല്ലാം കൂടെ വെള്ളം കോരി ഒഴിച്ചുകൊണ്ട് അങ്ങനെ ആയി എന്നുള്ളതേ ഉള്ളൂ. ജുഡീഷ്യൽ അന്വേഷണ റിപ്പോർട്ട് ഇന്നത്തെ LDF യോഗത്തിൽ ജുഡീഷ്യൽ അന്വേഷണത്തിൻ്റെ കാര്യം എങ്ങനെ എന്നുള്ളത് വീണ്ടും വരാനുള്ള സാധ്യതയുണ്ട്. അല്ലെ, ഇപ്പം ഈ പശ്ചാത്തലത്തിൽ എങ്ങനെയാണെന്നുള്ളതൊക്കെ അതിപ്പോൾ എനിക്ക് പറയാൻ പറ്റത്തില്ല. ഒക്കെ മുഖ്യമന്ത്രി പറയേണ്ട കാര്യമല്ലേ. ഏതായാലും ഞങ്ങൾ വളരെ സന്തുഷ്ടരാണ്. ഇല്ല, പാർട്ടി മുഖ്യമന്ത്രി എന്ത് നിലപാട് സ്വീകരിക്കുന്നു ഞാൻ അവിടെ വെച്ച് പറഞ്ഞല്ലോ. മുകളിലൊരാളുണ്ട്, അദ്ദേഹം തീരുമാനിക്കുക സംബന്ധിച്ചൊരു കാര്യം. ശശീന്ദ്രൻ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞു, ജുഡീഷ്യൽ അന്വേഷണം ഇനി വേണ്ട, പോലീസ് അന്വേഷണം മതിയെന്ന്. അതെ, ശശീന്ദ്രൻ അത് പറഞ്ഞു. എൻ്റെ അഭിപ്രായം അത് മുഖ്യമന്ത്രിയാണ് തീരുമാനിക്കേണ്ടത്. അദ്ദേഹമാണല്ലോ വകുപ്പ് കൈകാര്യം. എനിക്ക് ഒന്നാമത് നിയമപരമായി വലിയ വിവരമുള്ള ആളല്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അതിൽ കൂടുതൽ അത് സംബന്ധിച്ച് പറയാൻ പറ്റില്ല. എന്തായാലും ഒരു മന്ത്രിസഭയിൽ മന്ത്രി എടുക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ വാക്കാണ് അവസാനത്തെ വാക്ക്. ഇനി അഥവാ തോമസ് ചാണ്ടി സത്യപ്രതിജ്ഞ ചെയ്യുന്നുണ്ടെങ്കിലും അത് പെട്ടെന്നുണ്ടാവുമോ, അല്ല എന്ത് വന്നാലും പെട്ടെന്ന് തന്നെ ഉണ്ടാവും. എന്ത് തൽക്കാലത്തേക്ക് മന്ത്രി വേണ്ട, 3 മാസം കഴിഞ്ഞിട്ട് അന്വേഷണം കഴിഞ്ഞിട്ട് ശശീന്ദ്രൻ വന്നിട്ട് അദ്ദേഹം തന്നെ വരട്ടെ, അങ്ങനെ നിർദ്ദേശമുണ്ടോ? ഇപ്പം 3 മാസം കഴിഞ്ഞിട്ടെന്നുള്ളത് ആര് പറഞ്ഞു? 3 മാസം വേണ്ട, അല്ല, അന്വേഷണം 3 മാസത്തിന് മുമ്പ് നടത്തുകയെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അത് ഏത് നിമിഷവും ഇപ്പോൾ അന്വേഷണത്തിൻ്റെ എല്ലാ തെളിവുകളും കിട്ടി കമ്മീഷൻ അത് പെട്ടെന്ന് റെഡിയാക്കുകയാണെങ്കിൽ പിന്നെ 3 മാസത്തിൻ്റെ ഏതായാലും ഈ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു മെല്ലെപ്പോക്ക് ഈ കാര്യത്തിലുണ്ട്. കമ്മീഷൻ അന്വേഷിക്കേണ്ടത് ഇത്
ഹണി ട്രാപ്പാണോ ഇതിനകത്ത് ഗൂഢാലോചന നടന്നു തുടങ്ങിയ അതിപ്പോ അവര് തന്നെ കമ്മീഷൻ അന്വേഷിക്കേണ്ടത്. ഇപ്പൊ ഇത് വാർത്ത കൊടുത്തവര് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ. മന്ത്രിയെ കുടുക്കിയതാണെന്ന് ചാനൽ തന്നെ വ്യക്തമാക്കിയ സാഹചര്യത്തിൽ പാർട്ടി ഈ ചാനലിനെതിരെ എന്തെങ്കിലും നിയമ നടപടിക്ക് പോകും? അല്ല, പാർട്ടി ഇനി എന്ത് ചെയ്യണമെന്നുള്ളത് തീരുമാനിച്ചിട്ടില്ല. ഏതായാലും ജനങ്ങൾ ചെയ്യാവുന്നതിൻ്റെ പരമാവധി ഇപ്പം തന്നെ ചെയ്തു കഴിഞ്ഞു. അവരോട് നന്ദിയുണ്ട്. അവരുടെ വിധിയാണ് യഥാർത്ഥ വിധി. അല്ലാതെ ഇപ്പോൾ ഞങ്ങളൊരു കേസ് കൊടുത്ത് അവരെ ശിക്ഷിക്കുന്നതോ ഒന്നും അല്ല, ജനങ്ങൾ ശിക്ഷിച്ചു. അല്ല, അത് യേശു കുരിശിൽ തറയ്ക്കപ്പെട്ടില്ലേ, അത് കഴിഞ്ഞ് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. ഇതിപ്പോൾ 4-ാം ദിവസമായിരുന്നു. അത്രയൊരു വ്യത്യാസമുള്ളൂ. ഒരു ദിവസം അല്ല, അതിനെപ്പറ്റി ഒന്നും ഞാനിപ്പോൾ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. ഞാനൊരു വിവാദ കാര്യങ്ങളിലേക്കൊന്നും പോകാൻ ആഗ്രഹിക്കുന്നില്ല. എല്ലാം പാർട്ടി തീരുമാനിക്കും, എല്ലാം മുന്നണി തീരുമാനിക്കും, എല്ലാം മുഖ്യമന്ത്രി. അല്ലല്ല, അദ്ദേഹത്തിന് ഇതിൽ NCPയുടെ മന്ത്രിയുടെ കാര്യത്തിൽ അദ്ദേഹം പ്രത്യേകിച്ച് ഒരു അഭിപ്രായം പറയില്ല. ഒരു സംശയം, ജുഡീഷ്യൽ അന്വേഷണം വേണ്ട എന്ന് LDF തീരുമാനിച്ചാൽ AK ശശീന്ദ്രൻ മന്ത്രിസഭയിലേക്ക് തിരിച്ചെത്തും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അദ്ദേഹം കുറ്റവിമുക്തനായി എന്ന് അറിഞ്ഞാൽ അപ്പോൾ ആ നിമിഷം അതിനെപ്പറ്റി പുനർചിന്തനം നടത്തും. അല്ലാതെ ഈ ജുഡീഷ്യൽ അന്വേഷണത്തെക്കുറിച്ചൊക്കെ ഞാൻ പറയാനുള്ള എനിക്കതിനുള്ള അധികാരമില്ല. അതുകൊണ്ടാണ് ഇത് ഞാനിങ്ങനെ പറഞ്ഞാൽ കമ്മീഷൻ എന്നാ പറയും? അത് ഉഴവൂർ വിജയനാണോ തീരുമാനിക്കുന്നതെന്ന് ചോദിച്ചാൽ വിഷമത്തിലാവും. അതുകൊണ്ട് കോടതിയുടെ കാര്യങ്ങളിലൊന്നും ഞാൻ കയറി ഇടപെട്ട് എന്തോ അതിനെപ്പറ്റി എനിക്ക് അറിഞ്ഞുകൂടാ. അത് നിയമപരമായി അവിടെ നടക്കുന്ന കാര്യമാണല്ലോ. ഏതായാലും ഏത് ചാനലാണ് ഇത് ചെയ്തെങ്കിലും ഞങ്ങളുടെ കാര്യത്തിൽ അത് മംഗളകരമായി തന്നെ പോകുന്നു എന്ന് കാണുന്നതിൽ സന്തോഷമുണ്ട്. അതുകൊണ്ട് നന്ദി ആരോട് ചൊല്ലൂ എന്ന് ചോദിച്ചാൽ മാധ്യമപ്രവർത്തകരോട് ഒന്നാമതായി, കേരള പൊതുസമൂഹത്തോട് രണ്ടാമതായി, പിന്നെ എല്ലാവരോടും, ഞങ്ങളെ എതിർത്തവരോടും ഞങ്ങൾക്ക് വിരോധമില്ല. ഞങ്ങൾ മഹാത്മാഗാന്ധിയുടെ പാർട്ടിയാണ്. അതുകൊണ്ട് എതിർത്തവരും അവർ പശ്ചാത്തപിച്ചാൽ ഇതുവരെ വന്നല്ലോ, ഇനി കുറച്ചുകൂടി പശ്ചാത്തപിക്കണം. ഇത് മറ്റുള്ളവർക്ക് ഇതുപോലൊരു അനുഭവം മറ്റൊരാർക്കും ഉണ്ടാകാൻ പാടില്ല. ഒരു കുടുംബം തകരുന്ന സ്ഥിതിയിൽ കാര്യങ്ങൾ ചെന്നെത്തി നിന്നു. ശശീന്ദ്രനായതുകൊണ്ടാണ് പിടിച്ചു നിന്നത്. ഞാനാണ് ചിലപ്പോൾ ബോധം കെട്ടുപോയേനെ. അല്ലെ, ഉള്ളത് പറയുന്നത് എന്താ? ആരാണേലും ഇത് പെട്ടെന്ന് ഇങ്ങനെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ശശീന്ദ്രൻ്റെ പിന്നിൽ പാർട്ടി എപ്പോഴും ഇങ്ങനെയുള്ള ഒരു പോരാട്ടത്തിൽ കാണും എന്നുള്ള കാര്യത്തിൽ സംശയിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് ഒരിക്കൽ കൂടി ആവർത്തിച്ച് പറയുന്നു, ഞങ്ങളുടെ കേന്ദ്ര നേതൃത്വത്തിൻ്റെ നിർദ്ദേശപ്രകാരവും സംസ്ഥാന നേതൃത്വം ഇനിയും കൂടി തീരുമാനമെടുക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിലും ഇനി എന്ത് എന്നുള്ളതിൻ്റെ തീരുമാനം ഉണ്ടാകാൻ പോവുകയാണ്. ഇപ്പോൾ വ്യക്തമായി ഒന്നും പറയാൻ ഒരു ജനാധിപത്യ പാർട്ടിയുടെ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ഞാനൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ഇനി LDF യോഗത്തിലേക്കാണ് പോകുന്നത്. അവിടെ NCPയുടെ അഭിപ്രായം പറയേണ്ടതായി വരുമ്പോൾ ഞാൻ ആ സമയത്ത് പറയുന്നതായിരിക്കും. എന്തായാലും മുഖ്യമന്ത്രി വളരെ നല്ല നിലയിൽ രാവിലെ തൊട്ട് എന്നെ ഫോണിൽ വിളിച്ചിരുന്നു, ഇവിടെ വെച്ച് കാണാം. അപ്പോൾ എൻ്റെ ഫോണ് നിങ്ങളൊക്കെ കാരണം തന്നെ എൻഗേജ്ഡ് ആയിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് പോരേണ്ടി വന്നത്. അതും വളരെ ഒരു നല്ല കാര്യം ചെയ്യുമ്പോൾ അത് വീട്ടിൽ വെച്ച് തന്നെ സംസാരിക്കുന്നത് കൂടുതൽ നല്ലതാണ്. അദ്ദേഹം എന്നെ കാത്തുനിന്ന് സെക്രട്ടേറിയറ്റ് മീറ്റിങ്ങിന് പോകേണ്ടതായിരുന്നു. അതുകൊണ്ട് മുഖ്യമന്ത്രിയോട് ഇതുവരെ അദ്ദേഹം ഞങ്ങളോട് കാട്ടിയിട്ടുള്ള സ്നേഹത്തിന് പ്രത്യേകമായ നന്ദി കൂടി പ്രകാശിപ്പിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. അപ്പോൾ LDFന് പോകണ്ടല്ലേ? അപ്പോൾ നിങ്ങൾ ധൈര്യമായിട്ട് പോക്കോ. ഇനി എന്തെങ്കിലും പ്രശ്നം വന്നാൽ നിങ്ങളെ NCP നേതാക്കൾ മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷം NCP സംസ്ഥാന അധ്യക്ഷൻ ഉഴവൂർ വിജയൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. പുതിയ ഗതാഗത മന്ത്രിയുടെ കാര്യത്തിൽ നിലവിൽ തീരുമാനമായിട്ടില്ല, അനിശ്ചിതത്വം നിലവിൽ തുടരുകയാണ്. എന്നാലും മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം എടുക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. NCP ദേശീയ നേതൃത്വവുമായി നിലവിൽ ഇക്കാര്യത്തെക്കുറിച്ച് ചർച്ച നടത്തുന്നുണ്ട്. സംസ്ഥാന നേതൃത്വം മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നിലവിൽ നടത്തുകയും ചെയ്തിരുന്നു. പാർട്ടിയും മുന്നണിയും, അതായത് NCPയും മുന്നണിയും LDFും മുഖ്യമന്ത്രിയുമാണ് ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം എടുക്കുക എന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. എന്തായാലും പുതിയ സാഹചര്യങ്ങൾ ഉരുത്തിരിഞ്ഞ് വന്ന സാഹചര്യത്തിൽ ഗതാഗത വകുപ്പ് ആരെ ഏൽപ്പിക്കുമെന്നത് സംബന്ധിച്ച് അന്തിമമായ ഒരു തീരുമാനത്തിലേക്ക് നിലവിൽ കാര്യങ്ങൾ എത്തിയിട്ടില്ല എന്നുള്ളതാണ്. കാരണം ആരോപണം ഉന്നയിച്ച ചാനൽ, മംഗളം ചാനൽ, ഇക്കാര്യത്തിൽ ഖേദം പ്രകടിപ്പിച്ചത് കൊണ്ട് തന്നെ ധാർമ്മികതയുടെ പേരിൽ രാജിവെച്ച AK ശശീന്ദ്രൻ തിരികെ എത്തുന്ന അടക്കമുള്ള സാഹചര്യങ്ങൾ വളരെ ഗൗരവമായി NCPയിൽ ചർച്ച ചെയ്യുന്നുണ്ട്, പൊതുസമൂഹം ചർച്ച ചെയ്യുന്നുണ്ട്. ആ കാര്യങ്ങൾ കൂടി നിലവിൽ പരിഗണിക്കുന്നു എന്നാണ് NCP സംസ്ഥാന അധ്യക്ഷൻ ഉഴവൂർ വിജയൻ പറഞ്ഞത്. നിലവിൽ അദ്ദേഹം LDF യോഗത്തിലേക്ക് പോവുകയാണ്. അതിനു മുമ്പ് മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ചയും നടത്തിയിരുന്നു. ഞങ്ങളുടെ പ്രതിനിധി KG ദിനകർ ചേരുന്നു. ദിനകർ, എന്തൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്? ഇക്കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള തീരുമാനത്തിന്റെ സാധ്യതകളെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ടോ?
അരുൺ, NCP സംസ്ഥാന പ്രസിഡന്റ് ഉഴൂർ വിജയൻ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി അല്പം മുൻപ് കൂടിക്കാഴ്ച നടത്തി. ഇക്കാര്യത്തിൽ തോമസ് ചാണ്ടിയെ മന്ത്രിയാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കത്ത് മുഖ്യമന്ത്രിക്ക് കൈമാറിയിട്ടുണ്ട്. അതേസമയം ജുഡീഷ്യൽ അന്വേഷണം നടത്തി ശശീന്ദ്രൻ അഗ്നിശുദ്ധി വരുത്തി തിരികെ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അപ്പോൾ അദ്ദേഹത്തെ മന്ത്രിയാക്കുന്നത് സംബന്ധിച്ചുള്ള പുനർവിചിന്തനം നടത്തും എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. അതോടൊപ്പം തന്നെ ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിയുടെയും അതോടൊപ്പം തന്നെ LDF-ലും ഈ വിഷയം ചർച്ച ചെയ്യും. അതിനുശേഷമായിരിക്കും ഇത് സംബന്ധിച്ചുള്ള അന്തിമ തീരുമാനം കൈക്കൊള്ളുക എന്നും ഉഴൂർ വിജയൻ വ്യക്തമാക്കുകയുണ്ടായി. AK ശശീന്ദ്രൻ ഇന്ന് കോഴിക്കോട്ട് മാധ്യമങ്ങളോട് പറഞ്ഞ മറ്റൊരു കാര്യം, താൻ ഇപ്പോൾ മന്ത്രിസ്ഥാനത്തേക്ക് ഇല്ല, അന്വേഷണം പൂർത്തിയായ ശേഷം മാത്രമായിരിക്കും മന്ത്രിസ്ഥാനത്തേക്ക് എത്തുക എന്ന മാധ്യമപ്രവർത്തകരോട് കോഴിക്കോട്ട് പറഞ്ഞതായിട്ടാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ഇക്കാര്യത്തിൽ നിലവിൽ ഒരു നേരിയ ആശയക്കുഴപ്പം പാർട്ടിക്കുള്ളിൽ NCPക്കുള്ളിൽ നിലനിൽക്കുന്നുണ്ട്. ഇത് സംബന്ധിച്ച് NCPയുടെ നേതൃയോഗം ഇന്നോ നാളെയോ ചേർന്നുകൊണ്ട് ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം കൈക്കൊള്ളും എന്നുകൂടി ഉഴൂർ വിജയൻ വ്യക്തമാക്കുകയുണ്ടായിട്ടുണ്ട്. AK ശശീന്ദ്രൻ അന്വേഷണം നടത്തിയ ശേഷം AK ശശീന്ദ്രൻ തിരുവനന്തപുരത്ത് നിന്ന്